നമ്മുടെ യുവാക്കൾക്ക് സയൻസും ടെക്നോളജിയും സാങ്കേതിക വിദ്യയും വല്ലാത്ത ഭ്രമമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അടിക്കാനും തുടയ്ക്കാനും ഒക്കെ ഇപ്പോൾ ഒരു കുന്തമുണ്ട്, അത് റോബോ അങ്ങോട്ട് നടത്തിക്കോളും ഒക്കെ. സർവ്വദിക്കിലും മുക്കിലും മൂലയിലും ഒക്കെ അടിച്ചു തുറച്ചാകുമ്പോൾ എടുപ്പാക്കും. എന്തൊക്കെയാ, പക്ഷേ ബയോളജിക്കലായിട്ടൊരു സാധനം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കില്ല. ജീവൻ എന്ന് പറയുന്ന സ്പന്ദനവും ഉണർവും വേണമല്ലോ, അത് നമുക്കുണ്ടാക്കാൻ സാധിക്കില്ല. ജീവിച്ചിരിക്കുന്ന രണ്ട് ശരീരങ്ങൾ കൂടിച്ചേർന്ന് അവരുടെ സമായോഗത്തിൽ നിന്ന് ഗർഭമുണ്ടായി, ആ ഗർഭം സ്വയം വളർന്ന് ഒരു കുട്ടിയായി ജനിച്ച് പുറത്തു വരുന്ന ആ പ്രക്രിയയിൽ ഒരു പക്ഷേ നമുക്ക് ഇടപെടാൻ സാധിച്ചു എന്ന് വരില്ല. അതല്ലാത്തതൊക്കെ ചെയ്യാനാണല്ലോ നമ്മുടെ ബുദ്ധി. നമ്മൾ ഈ നടത്തിയിട്ടുള്ള സാങ്കേതിക വിദ്യയുണ്ടല്ലോ, ഈ സാങ്കേതിക വിദ്യ കണ്ട് മഹാവിഷ്ണുവിന് വളരെയധികം സന്തോഷമുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അയ്യോ, ഒരു മനുഷ്യൻ, അവൻ്റെ ബുദ്ധിയോ, ആ ബുദ്ധി ഉപയോഗിച്ച് അവൻ പറക്കാൻ തുടങ്ങി, വെള്ളത്തിലും യാത്ര ചെയ്തു, കരയിലും യാത്ര ചെയ്തു. ഇപ്പം എന്തു പറയണു, അമേരിക്കയിൽ നിന്നൊരാൾ സംസാരിക്കുന്നത് ഇന്ത്യയിലുള്ളവർക്ക് കേൾക്കാം, ആസ്ട്രേലിയയിലുള്ളവർക്ക് കേൾക്കാം ഒരേ സമയം. എന്താണിത് കഥാപ്പ, ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല മനുഷ്യൻ്റെ ബുദ്ധി ഉണ്ടാക്കിയപ്പോൾ എന്നാണ് വിഷ്ണുവും ബ്രഹ്മാവും ഒക്കെ പറയുക. അതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ശരീരം ജഡമാണ്. ആ ജഡശരീരത്തിന് സംവേദനക്ഷമതയില്ല. സംവേദനക്ഷമമായിരിക്കുന്ന ഒരു ഘടകം മനസ്സ് എന്ന് പറയുന്നത് ദേഹത്തിൽ നിന്ന് വ്യത്യസ്തമായി ദേഹത്തോടു കൂടി പ്രവർത്തിച്ച് കഴിയുന്നുണ്ട്. ആ പ്രവർത്തിച്ച് കഴിയുന്ന ആ മനസ്സാണ് ഈ ശരീരത്തിനെ വിനിയോഗിക്കുന്നത്. ഒരു ശരീരത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും 2.5 മണിക്കൂർ 3 മണിക്കൂർ വരെ സമയം പ്രതിദിനം ചെലവ് ചെയ്യുന്നുണ്ട് 16 മണിക്കൂറുകൾക്കിടയിൽ. എന്തിന്? 3-4 നേരം ഊണ് കഴിക്കും, കുളിക്കും 2 നേരം, മലമൂത്ര വിസർജനത്തിന് വേണ്ടിയുള്ള സമയം വേണം, അത് നീക്കണം, ദേഹാലങ്കാരം പലപ്പോഴും ചെയ്യേണ്ടി വരും. ഇതെല്ലാം കൂടി എടുത്തു നോക്കിയാൽ, എക്സസൈസും ഒക്കെ നോക്കിയാൽ ഒരു 2.5-3 മണിക്കൂർ നിങ്ങൾ ദേഹത്തിന് വേണ്ടി ചെലവ് ചെയ്യുന്നുണ്ട്. എന്നാൽ ദേഹത്തിനെ പ്രവർത്തിപ്പിക്കുന്ന മനസ്സും ബുദ്ധിയുമുണ്ടല്ലോ, ആ മനസ്സിനെയും ബുദ്ധിയെയും ചെലവ് ചെയ്ത് തീർക്കുന്നതൊഴികെ അതിന് ഒരു ഭക്ഷണവും പോഷകവും നൽകാൻ നിങ്ങളാരും നോക്കുന്നില്ല. മനസ്സിൻ്റെയും ബുദ്ധിയുടെയും കൂടെ 1/2 മണിക്കൂറെങ്കിലും ചെലവ് ചെയ്യൂ പ്രതിദിനം. അങ്ങനെ മനസ്സിൻ്റെയും കൂടെ ബുദ്ധിയുടെയും കൂടെ ഇരുന്ന് അതിനെ ഒന്ന് ആരോഗ്യപ്പെടുത്താൻ, അതിനെ ഒന്ന് ഊർജ്ജസ്വലത നൽകാൻ അതിന് പുറപ്പെടുമ്പോഴാണ് മനുഷ്യജീവിതം അന്വർത്ഥമാകുന്നത്. 21ാമത്തെ വയസ്സിൽ ശരീരത്തിൻ്റെ വളർച്ച തീരുന്നു, അടുത്ത നിമിഷം മുതൽ ക്ഷയമാണ് നടക്കുന്നത്. ആ സമയത്താണ് നമുക്ക് പ്രായപൂർത്തിയും സ്വന്തമായ ചിന്താഗതിയും ഊക്കും ഉണർവും ഉത്സാഹവും ഉദ്ദേശവും ലക്ഷ്യവും ഒക്കെ ഉണ്ടാവും. ആ സമയത്ത് ശരീരം ക്ഷയിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വളരാനുള്ളത് എന്താണെന്നൊരു ചോദ്യം നിങ്ങൾക്ക് ഏത് കുട്ടികളോടും ചോദിച്ചുകൂടെ കൂട്ടരെ? എൻ്റെ മോനെ, നീ ഇവിടെ ഇരിക്കുക, നിൻ്റെ ശരീരം ജഡമാണപ്പാ, ശരീരത്തിന് പ്രവർത്തിപ്പിക്കുന്നത് മനസ്സാണ്. ആ മനസ്സിനെ നിനക്ക് കണ്ണുകൊണ്ട് കാണാനോ ചെവി കൊണ്ട് കേൾക്കാനോ പറ്റില്ല, പക്ഷേ മനസ്സുണ്ടെന്നുള്ളത് നിനക്കറിയാം. ഞാൻ വിളിച്ചാൽ നീ വിളി കേൾക്കുന്നുണ്ടല്ലോ, തൊട്ടാ ഉണരുന്നുണ്ടല്ലോ. ഒരു കല്ലിനെ തൊട്ടാൽ അതിനറിയോ? അത് പ്രതികരിക്കുമോ? ഇല്ല. ആ പ്രതികരണം വരുന്നത് ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നാണ്. ആ മനസ്സിൻ്റെ വളർച്ചയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ശരീരത്തെ എത്രത്തോളം നീ ഭക്ഷണവും പോഷകങ്ങളും നൽകി പുഷ്ടിപ്പെടുത്തുന്നുണ്ടോ, സമാനമായി മനസ്സിനെയും ബുദ്ധിയെയും പുഷ്ടിപ്പെടുത്തണം. അതിനാണ് വിദ്യാഭ്യാസം, അതിനാണ് അറിവ്, അതിനാണ് പരിശീലനം, അതിനാണ് റിസർച്ച്, അതിനാണ് ഗവേഷണം.